ഓപ്പറേഷൻ്റെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിരുന്നു. സേവിങ്സ് എന്താണ്, ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. അപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം ഉണ്ട്, അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടർ ഉണ്ട്. അപ്പോൾ ഓർഗനൈസ്ഡും ഉണ്ട്, അൺഓർഗനൈസ്ഡും ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം മെയിനായിട്ട് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സെക്ടർ എന്നും അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സെക്ടർ എന്നും. ഫസ്റ്റ് വൺ ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സെക്ടർ. അതായത് നമുക്ക് പേര് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ഓർഗനൈസ്ഡ് ആണ്. വെൽ ഇൻ്റഗ്രേറ്റഡ് ആൻഡ് റെഗുലേറ്റഡ് സബ്സിസ്റ്റം ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മാർക്കറ്റ്, സർവീസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്. ഇറ്റ് ഫെസിലിറ്റേറ്റ് എഫക്റ്റീവ് ഫ്ലോ ഓഫ് ഫണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഈ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് നമുക്ക് പറയുമ്പോൾ അറിയാം, നമുക്ക് ഓൾറെഡി അതെന്താണ്, വെൽ ഇൻ്റഗ്രേറ്റഡ് ആയിരിക്കും. അത് റെഗുലേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണും, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് കാണും, ഫിനാൻഷ്യൽ സർവീസസ് കാണും, ഇൻസ്ട്രുമെൻറ്റ്സ് കാണും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു വെൽ ഇൻ്റഗ്രേറ്റഡ് അല്ലെങ്കിൽ വെൽ കോർഡിനേറ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത്. ഈ ഓർഗനൈസ്ഡ് സെക്ടർ ഇങ്ങനെ ചെയ്യാൻ കാരണം ഒരു എഫക്റ്റീവ് ഫ്ലോ ഓഫ് ഫണ്ട് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ വെൽ ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ വെൽ കോർഡിനേറ്റ് ചെയ്തേക്കുന്നതും. പിന്നെ ഇത് ഇറ്റ് കംസ് അണ്ടർ ദ പർവ്യൂ ഓഫ് MOF, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, മിനിസ്ട്രി ഓഫ് കോപ്പറേറ്റീവ് അഫയേഴ്സ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെബി, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. ഇവരുടെയൊക്കെ കീഴിലാണ് നമ്മുടെ ഈ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ നിരീക്ഷണത്തിലാണ് നമ്മുടെ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കൺട്രോളിലാണ് നമ്മുടെ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് കാറ്റഗറിയാണ് ഓർഗനൈസ്ഡ് സെക്ടർ. ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത് വെൽ ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇത് റെഗുലേറ്റ് ചെയ്യുന്നത് ചില സബ്സിസ്റ്റംസ് വഴിയാണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മാർക്കറ്റ്, സർവീസ്, ഇൻസ്ട്രുമെൻറ്റ്സ്, അങ്ങനത്തെ സബ്സിസ്റ്റം വഴിയാണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത്. ഇത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഒരു എഫക്റ്റീവ് ഫ്ലോ ഓഫ് ഫണ്ട് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിനെ നിരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, മിനിസ്ട്രി ഓഫ് കോപ്പറേറ്റീവ് അഫയേഴ്സ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇൻഷുറൻസ് ആൻഡ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി. ഇങ്ങനത്തെ റെഗുലേറ്ററി ബോഡീസാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ പർവ്യൂ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് പറയാം. ഇനി അൺഓർഗനൈസ്ഡ് സെക്ടർ നമ്മുടെ ഓർഗനൈസ്ഡ് സെക്ടറിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ഇതെന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാൻ ഒരു മോണിറ്ററി അതോറിറ്റിയും ഉണ്ടാകത്തില്ല. ഇതൊരു പ്രൈവറ്റ് അതോറിറ്റി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഓൺ ചെയ്യുന്നത്. Unorganized sector, it includes the money lenders, traders, landlord who lend money to the public, also accept deposit from the public. Private finance companies, needies, chitti fund, monetary authority of the country does not have a direct control over them. അപ്പോൾ നമ്മുടെ മണി ലെൻഡേഴ്സിനെ നമുക്കറിയാം, ട്രേഡേഴ്സിനെ അറിയാം, ലാൻഡ് ലോഡിനെ അറിയാം. ഈ പബ്ലിക്കിൽ നിന്ന് മണി സ്വീകരിക്കുന്നു, അവർക്ക് ലോണായിട്ട് തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ള പ്രൈവറ്റ് കമ്പനീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മുടെ ചിട്ടി കമ്പനീസ് വരാം, നീതീസ് വരാം. പക്ഷെ ഒരിക്കലും നമ്മുടെ കൺട്രിയിലെ മോണിറ്ററി അതോറിറ്റിയിൽ ഒരിക്കലും നമ്മുടെ ഇതിനെ ഡയറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യത്തില്ല. അപ്പോൾ പക്ഷേ ഓർഗനൈസ്ഡ് സെക്ടറിൽ നമ്മുടെ മോണിറ്ററി അതോറിറ്റി എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് ആ സെക്ടറിനെ കൺട്രോൾ ചെയ്യും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോണിറ്ററി അതോറിറ്റി അല്ലെങ്കിൽ റെഗുലേറ്ററി അതോറിറ്റി ഒരിക്കലും ഡയറക്റ്റായിട്ട് അതിനെ കൺട്രോൾ ചെയ്യില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓർഗനൈസ്ഡ് സെക്ടറും ഉണ്ട്, അൺഓർഗനൈസ്ഡ് സെക്ടറും ഉണ്ട്. ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ വെൽ ഇൻ്റഗ്രേറ്റഡ് അല്ലെങ്കിൽ വെൽ കോർഡിനേറ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സിനാണ്. ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണാം, മാർക്കറ്റ് കാണാം, സർവീസ് കാണാം, ഇൻസ്ട്രുമെൻറ്റ്സ് കാണാം. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എഫക്റ്റീവ് ഫ്ലോ ഓഫ് ഫണ്ടാണ്. ഇതിനെ പർവ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, മിനിസ്ട്രി ഓഫ് കോപ്പറേറ്റീവ് അഫയേഴ്സ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇൻഷുറൻസ് ആൻഡ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി. അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മണി ലെൻഡേഴ്സ്, ട്രേഡേഴ്സ്, ലാൻഡ് ലോഡ്,
ഇവർ പബ്ലിക്കിന് മണി കൊടുക്കുകയും അതോടൊപ്പം പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുകയും ചെയ്യും. നമ്മുടെ പ്രൈവറ്റ് ഫിനാൻസ് കമ്പനീസ്, നീതീസ്, ചിറ്റ് ഫണ്ട്, ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. ഒരിക്കലും നമ്മുടെ കൺട്രിയിലെ മോണിറ്ററി അതോറിറ്റി അല്ലെങ്കിൽ റെഗുലേറ്ററി അതോറിറ്റി ഒരിക്കലും ഡയറക്റ്റായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യത്തില്ല. ഇത്രയാണ് പ്രധാനം. ഇനി നമുക്ക് മെയിനായിട്ട് നമ്മൾ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. എന്തൊക്കെ റോളുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനുള്ളത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ്സ് പഠിച്ചിരിക്കണം, നമുക്ക് ചോദിക്കും. അപ്പോൾ ഈ പോയിന്റ്സ് അറിഞ്ഞിരിക്കണം. പിന്നെ അതിനകത്തെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിയാലും കുഴപ്പമില്ല, പക്ഷെ പോയിന്റ്സ് കൃത്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്. അപ്പം പ്രധാന ഉദ്ദേശം, ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം എന്ത് ചെയ്യുന്നു, സേവിങ്സ് മൊബിലൈസ് ചെയ്യുന്നു. രണ്ടാമത്തെ എന്ന് പറയുന്നത് റീ അലോക്കേഷൻ ഓഫ് അക്യുമുലേറ്റഡ് ഓൾഡ് സേവിങ്സ്. എന്ത് ചെയ്യും, ഓൾറെഡി ഉള്ള സേവിങ്സ് എന്ത് ചെയ്യും, പുതിയൊരു പ്രോജക്റ്റിലേക്കോ അല്ലെങ്കിൽ ഫെയിമിലേക്കോ ഒക്കെ എന്ത് ചെയ്യും, റീ അലോക്കേറ്റ് ചെയ്യുന്നു. പിന്നെ ഓർഗനൈസേഷൻ ഓഫ് ദി പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഒരു പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് സിസ്റ്റം ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നു. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്വിക്ക് മൂവ്മെൻറ്റ് ഓഫ് ഫണ്ടിന് വേണ്ടി അവരെന്ത് ചെയ്യും, പേയ്മെൻറ്റ്സും സെറ്റിൽമെൻറ്റ് സിസ്റ്റം ഒക്കെ ഓർഗനൈസ് ചെയ്യും. പിന്നെ മൂന്നാമത്തെ ഇതെന്ന് പറയുന്നത് പ്രൊവിഷൻസ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പെട്ടെന്ന് തന്നെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലിക്വിഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡോപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊവിഷൻസ് ഓഫ് ഗുഡ് കോപ്പറേറ്റീവ് ഗവേണൻസ്. ഗുഡ് കോപ്പറേറ്റീവ് ഗവേണൻസ് ആയിരിക്കും ഇവരുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഏറ്റവും മെയിൻ റോൾ എന്ന് പറയുന്നത്. പിന്നെ ജനറേഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്യുന്നു. പുതിയ ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് സ്കീമുകൾ എന്ത് ചെയ്യുന്നു, ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. മാനേജ്മെൻറ്റ് ഓഫ് അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക്. ഏതൊരു സ്ഥാപനമായാലും അവരുടെ അൺസർട്ടനിറ്റി, റിസ്ക് മാനേജ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സക്സസ് ആകാൻ പറ്റില്ല. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻകറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എൻകറേജ് ചെയ്താൽ മാത്രമേ ആ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം എന്ത് ചെയ്തിട്ടുള്ളൂ, മുമ്പോട്ട് പോകത്തുള്ളൂ. പിന്നെ ഫെസിലിറ്റേറ്റ് ജുഡീഷ്യസ് അലോക്കേഷൻ. ജുഡീഷ്യസ് ആയിട്ടുള്ള അലോക്കേഷൻ എന്ത് ചെയ്യുക, നടത്തുക. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി നേഷന് വേണ്ടി എന്ത് ചെയ്യും, ജുഡീഷ്യസ് അലോക്കേഷൻ ഒക്കെ എന്ത് ചെയ്യുന്നു, നടത്തുന്നു. പിന്നെ ഫെസിലിറ്റേറ്റ് ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ്. അതായത് ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ്, ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം എന്ത് ചെയ്യുന്നു, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊമോട്ടിങ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ത് ചെയ്യുന്നു, നടത്തുന്നു. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ ഓഫ് ദി എക്കോണമി എന്ത് ചെയ്യുന്നു, ഗ്ലോബലൈസ് ചെയ്യുന്നു. ഇതാണ് പ്രധാനപ്പെട്ട റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് എന്ത് ചെയ്യുന്നു, മൊബിലൈസ് ചെയ്യുന്നു. അതോടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓൾഡ് സേവിങ്സ് എന്ത് ചെയ്യുന്നു, റീഅലോക്കേറ്റ് ചെയ്യുന്നു. പ്രോജക്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ഫേംസിന് വേണ്ടിയൊക്കെ എന്ത് ചെയ്യുന്നു, റീഅലോക്കേറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് സിസ്റ്റം എന്ത് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു. പിന്നെ പ്രൊവിഷൻസ് ഓഫ് ലിക്വിഡിറ്റി പ്രൊവിഷൻസ് ഉണ്ടാക്കുന്നു. പിന്നെ നെക്സ്റ്റ് വന്ന പ്രൊവിഷൻസ് ഓഫ് ഗുഡ് കോപ്പറേറ്റീവ് ഗവേണൻസിന് വേണ്ടി പ്രൊവിഷൻസ് അല്ലെങ്കിൽ റൂൾസുകളൊക്കെ ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ജനറേഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്യുന്നു. പിന്നെ ഇന്നോവേറ്റീവ് സ്കീമുകളും ക്രിയേറ്റിവിറ്റിയും ഒക്കെ എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നു. അൺസർട്ടനിറ്റി റിസ്കുകളൊക്കെ എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് എൻകറേജ് ചെയ്യുന്നു. ജുഡീഷ്യസ് അലോക്കേഷൻ എന്ത് ചെയ്യുന്നു, നടത്തുന്നു. എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി ജുഡീഷ്യസ് അലോക്കേഷൻ എന്ത് ചെയ്യുന്നു, നടത്തുന്നു. പിന്നെ ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ്, പുതിയൊരു പ്രോജക്റ്റിന് വേണ്ടി അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റിന് വേണ്ടി ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്നു. പിന്നെ ക്യാപിറ്റൽ ഫോർമേഷൻ പ്രൊമോട്ട് ചെയ്യുന്നു. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ ഓഫ് ദി എക്കോണമി. ഇത്രയാണ് നമ്മുടെ റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നോക്കുക നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്നും അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്നും. അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്നും. ഇനി അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ ഇൻഡിജീനിയസ് ബാങ്കേഴ്സ്, ലോക്കൽ മണി ലെൻഡേഴ്സ്, ചിറ്റ് ബാങ്ക്, നീതീസ് എക്സെട്ര. ഇനി നമ്മുടെ ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം തന്നെ 4 കോമ്പോണൻസ് ആണ് നമ്മുടെ ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിനുള്ളത്. ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ,
ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഫിനാൻഷ്യൽ സർവീസ്. അപ്പോൾ നമ്മുടെ ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം പിന്നെയും 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ 4 കോമ്പോണൻസ് ആണ് നമ്മുടെ ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിനുള്ളത്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ഫിനാൻഷ്യൽ സർവീസ് ഉണ്ട്. ഇനി നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് പിന്നെയും എന്ത് ചെയ്യുന്നു, 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ്, ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ്. ഇനി ക്യാപിറ്റൽ മാർക്കറ്റ് നമുക്ക് പിന്നെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്. ഇനി മണി മാർക്കറ്റിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ കോൾ മണി മാർക്കറ്റ്, കൊമേഴ്ഷ്യൽ ബില്ല്, ഡിസ്കൗണ്ട് മാർക്കറ്റ്, അക്സെപ്റ്റൻസ് മാർക്കറ്റ്, ട്രഷറി ബില്ല്. അങ്ങനത്തെ എക്സാമ്പിളാണ് മണി മാർക്കറ്റിനുള്ളത്. ഇനി നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പിന്നെയും 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണം. പിന്നെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇനി ഫിനാൻഷ്യൽ സർവീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മെർച്ചൻറ്റ് ബാങ്കിങ്, മ്യൂച്വൽ ഫണ്ട്, ക്രെഡിറ്റ് റേറ്റിംഗ്, ബാങ്കിങ് സർവീസ്, ഇൻഷുറൻസ് സർവീസ്, വെഞ്ചർ ക്യാപിറ്റൽ, ലീസിംഗ്, ഹയർ പർച്ചേസ്, സെക്യൂരിറ്റൈസേഷൻ, സ്റ്റോക്ക് ബ്രോക്കിംഗ്. ഇതാണ് നമ്മുടെ സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രാഫ് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം നിങ്ങൾക്ക് ഒരു എക്സേ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് കോമ്പോണൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു ഗ്രാഫൊക്കെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൂടുതൽ സ്കോർ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ഗ്രാഫ് എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. അപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം മെയിനായിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്നും അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്നും. പിന്നെ ഓർക്കേണ്ടത് ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം പിന്നെയും 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, ഫിനാൻഷ്യൽ സർവീസസ്. ഇത്രയും ഒന്ന് ഓർത്ത് വെക്കുക. ഈ ഒരു 4 കോമ്പോണൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണം. നെക്സ്റ്റ് നിങ്ങളോട് ചോദിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ആണ് കോമ്പോണൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻഷ്യൽ സർവീസ്.